എനിക്ക് വന്ന ഒരു കമൻ്റാണ്. സത്യത്തിൽ ഇത് 2 ദിവസമായി വന്ന കമൻ്റാണ്. ഞാൻ 2 ദിവസമായിട്ട് എടുത്ത് വെച്ചിട്ട് എനിക്കത് വീഡിയോ ചെയ്യാൻ കഴിയാതെ പോയി. ആൻഡ് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് കുറേ കമൻറ്റ്സ് വരുമ്പോൾ ഞാൻ ശരിക്കും ഒന്നും കൂടി എടുത്ത് വെച്ച് നോക്കും, ശരാ എനിക്ക് തെറ്റ് പറ്റിയതാണോ അബദ്ധം പറ്റിയതാണോ. നമുക്ക് ഒത്തിരി അടുത്ത് നിൽക്കുന്നവരാണ് കൂടുതൽ ഇതിനെപ്പറ്റി കമൻറ്റ് പറയുമ്പോൾ നമുക്ക് മിണ്ടാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാമെന്ന് ഈ കമൻറ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വെച്ചിട്ടുള്ളത്. പിന്നെ കമൻറ്റ് വായിക്കാം. ലേഖ അജികുമാർ എഴുതിയ ഒരു കമൻറ്റാണ്. 4142 എന്നാണ് അവരുടെ ID പേര്. അപ്പോൾ അതിനകത്ത് വന്ന കമൻറ്റ് ഇങ്ങനെയാണ്: ഹോണസ്റ്റ്ലി ഐ ഹാവ് ഹാഡ് enough of people blindly glorifying Anish when it is so clear he is playing for attention. He changes his opinions every other day, keeps repeating the same things just to stay in focus, and his entire game feels forced and irritating. There is nothing genuine about constantly talking just to be seen. That is not personality, that is performance. അപ്പോൾ അനീഷിനെ പറ്റിയിട്ടുള്ളൊരു പാരഗ്രാഫാണ് പുള്ളിക്കാരത്തി പറയുന്നത്. അതായത് ഞാൻ പറയുന്ന സെയിം ഒപ്പീനിയൻ തന്നെയാണ് അവർ പറയുന്നത്. ചുമ്മാ ബഹളം വയ്ക്കുക എന്നുള്ളതും അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ടുമാണ്. എപ്പോൾ നോക്കിയാലും പുള്ളിക്കാരൻ അയാളുടെ ഒരു ഒപ്പീനിയൻ ചേഞ്ച് ആക്കുന്ന ഒരു സ്വഭാവം കൂടെ ഉണ്ട്. സോ ഹൗ എല്ലാവരും ഇവരിങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുന്നു, അയാൾ നല്ലൊരു ജെന്യൂൻ പേഴ്സൺ ആണ്. ഹീസ് നോട്ട് എ ജെന്യൂൻ പേഴ്സൺ എന്നുള്ളതാണ് പുള്ളിക്കാരത്തി പറഞ്ഞു വെക്കുന്നത്. അത് പേഴ്സണാലിറ്റി അല്ല, അത് പെർഫോമൻസ് ആണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. സോ ഇറ്റ്സ് സോ സീരിയസ്ലി അത് കറക്റ്റായ ഒരു കാര്യമാണ്. അയാളുടെ പെർഫോമൻസ് ആണ്, അല്ലാതെ അയാളുടെ പേഴ്സണാലിറ്റി അല്ല. പേഴ്സണാലിറ്റി 0 ഡിഗ്രിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇപ്പോൾ കമ്മിങ് ഡേയ്സിൽ ഷാനവാസിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും കൂടെ വെച്ചാണ് ഞാനിത് പറയുന്നത്. അതിന് മുമ്പിട്ട കമൻറ്റാണ്, ഷാനവാസിൻ്റെ ഇഷ്യൂ നടക്കുന്നതിന് മുമ്പിട്ട കമൻറ്റ് ആയതുകൊണ്ടാണ്. So the second paragraph: on the other hand, Anumol stands out for her sincerity and realness. She respects food, she respects people, and she genuinely tries to keep things fair in that house. It's sad that some YouTubers are testing her care for food as drama. When others grab cake with bare hands or rush to take more than their share, Anumol is the one തിങ്കിങ് അബൌട്ട് ഇക്വാലിറ്റി ആൻഡ് ഹൈജീൻ. ഇക്വാലിറ്റി ഹൈജീനിനെ പറ്റി അനുമോൾ കെയർ ചെയ്യുന്നതാണ്, അവിടെ വേറെ ആരും കെയർ ചെയ്യുന്നില്ല. ആൻഡ് ബിഗ് ബോസ് ഹൗസിൽ കാര്യങ്ങൾ സൂപ്പറായി നടന്നു പോകാനുള്ള അവളുടെ ഒരു എഫർട്ട് അത് കാണാതെ പോകരുത്. ആൻഡ് ഫുഡിൻ്റെ കാര്യത്തിൽ അവളുടെ ആ റെസ്പെക്റ്റ് അതും സൂപ്പറാണ്. ആൻഡ് ദ സെയിം ഒപ്പീനിയൻ ആണ് എനിക്കും ഉള്ളത് കേട്ടോ. അനുമോൾ ഈസ് ദ ഓൺ തിങ്കിങ് അബൌട്ട് ഇക്വാലിറ്റി ആൻഡ് ഹൈജീൻ. ദാറ്റ് ഈസ് നോട്ട് ഡ്രാമ, ദാറ്റ് ഈസ് ഡിസിപ്ലിൻ ആൻഡ് വാല്യൂസ്. ആക്ച്വലി ഡിസിപ്ലിനും വാല്യൂ ഉണ്ടാകാൻ ചാൻസ് ഉള്ളത് അവരുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു അവസ്ഥ ഉള്ളത് കൊണ്ടാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഒരു ബേസിക്കലി ഒരു ഒരു പേഴ്സൺ ബിൽറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ ഇത് ഡൊണേഷൻ കൊടുക്കുന്നത് അവരുടെ ഫാമിലിയാണ്. ഫാമിലിയിൽ അത്തരത്തിലുള്ള ഒരു കാര്യം നടക്കുകയാണെന്നുണ്ടെങ്കിൽ 100% അവരുടെ സ്വഭാവത്തിൽ അതിൻ്റെ തെളിവുണ്ടാകും എന്നുള്ളതാണ് വസ്തുത. ഈവൻ വെൻ ദ ഫാമിലീസ് വിസിറ്റഡ് ദർ വാം ടുവേർഡ്സ് അനുമോൾ സെഡ് ഇറ്റ് ഓൾ. അതായത് അവിടെ വന്ന ഫാമിലി മെമ്പേഴ്സൊക്കെ എല്ലാവരും അനുമോളോടാണ് ആ കെയർ കാണിച്ചത്. ബിക്കോസ് വന്ന അമ്മമാരാണല്ലോ, അപ്പോൾ അമ്മമാർക്കെല്ലാം മനസ്സിലാകുന്ന കാര്യമാണ് അനുമോൾ അവിടെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു മകളെ കിട്ടുക എന്നുള്ള എല്ലാ അമ്മമാരുടെ ആഗ്രഹമാണെന്ന് നമുക്ക് തോന്നും. അമ്മാതിരി തന്നെയാണ് അവിടെയുള്ളവർ ബിഹേവ് ചെയ്തത്. പീപ്പിൾ ഔട്ട്സൈഡ് ദ ഹൗസ് ക്യാൻ സീ ഹെർ ട്രൂ നേച്ചർ. അത് സത്യമാണ്. അതിനകത്തുള്ളവർക്ക് മനസ്സിലാവത്തില്ല, പുറത്തുള്ളവർ വാച്ച് ചെയ്യുന്നവർക്ക് മനസ്സിലാവും അവൾ എന്താണെന്ന്. She does not need to shout or act for footage. Her actions speak for her. Some may try to bring her down to uplift others, but truth always shines through. And in this season, Anumol's honest and respect stand far above the fake performance around her. അനുമോളിനെ പറ്റി ഇഷ്ടമുള്ള ഒരാളാണ് അത് എഴുതിയത്. അനുമോളിനെ കുറച്ച് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരത്തി അത് എഴുതിയതെങ്കിൽ പോലും അതിനകത്ത് ഒരുപാട് സത്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, അനുമോളെ പറ്റി പുള്ളിക്കാരത്തി പറഞ്ഞത് A to Z കറക്റ്റാണ്. അവരത്രയും ജെന്യൂനായി റെസ്പെക്റ്റ്ഫുള്ളി നിൽക്കുന്നവർക്ക് ഷൗട്ട് ചെയ്യണ്ട, ഒച്ച ഇടണ്ട, ഒരു കാര്യം തന്നെ റിപ്പീറ്റഡ്ലി പറയണ്ട, ആരെയും ഇറിറ്റേറ്റ് ചെയ്യണ്ട. സോ ഒരുപാട് കാര്യങ്ങൾ അനുമോള് വളരെ കൃത്യമായി ചെയ്യുന്നുണ്ട്. അനുമോൾ സൂപ്പർ തന്നെയാണ്, അതിന് തർക്കമില്ല. ഇതിനകത്ത് അനീഷിനെ പറഞ്ഞ പോയിന്റാണ് ഞാൻ പറയുന്നത്. ഇപ്പം നമ്മൾ കുറേ ദിവസങ്ങളായി കാണുന്നുണ്ട്. ഇപ്പോൾ പുള്ളിയുടെ പ്രസൻറ്റ് പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, അയാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സൗഹൃദം അയാൾക്ക് എഗൻസ്റ്റ് പറഞ്ഞു. അയാളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് വളഞ്ഞ്
മൂക്ക് പിടിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പം പുള്ളി സാബു വന്നപ്പോൾ സാബുവിനോട് തർക്കിച്ചതും സാബുവിനെ വെച്ചിട്ട് ബിഗ് ബോസിനെ തന്നെ ഒരു ദേഷ്യപ്പെട്ടുകൊണ്ട് സംസാരിച്ചതിൻ്റെ റീസൺ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആക്ടേഴ്സിനെ കൂടുതൽ എടുക്കുന്നു, ആക്ട്രസസിനെ കൂടുതൽ എടുക്കുന്നു, സീരിയൽ നടന്മാരെ എടുക്കും. ഇതൊക്കെ ആരെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഷാനവാസിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഞാൻ ഷാനവാസിൻ്റെ ഫോളോവറോ അല്ലെങ്കിൽ ഫാനോ ഒന്നുമല്ല. എനിക്ക് അതിനകത്തൊരു കണ്ടസ്റ്റൻറ്റ് മാത്രമാണ് ഷാനവാസ്. ബട്ട് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. അതായത് ഷാനവാസ് ഒരുപാടിടങ്ങളിൽ ബിലോ, അതായത് ഡൗൺ ടു എർത്തിലേക്ക് പോവുകയാണ് അനീഷിൻ്റെ മുമ്പിൽ. അങ്ങനെ പോകേണ്ട ഒരു അവസ്ഥ ഷാനവാസിനില്ല. ബിക്കോസ് അയാളുടെ ലൈഫിൽ എസ്റ്റാബ്ലിഷ് ആയ ഒരു വ്യക്തിയാണ്. ആൻഡ് ഒത്തിരി ഫാൻ ഫെയിം പുറത്തുള്ള ഒരു വ്യക്തി കൂടിയാണ്. അനീഷിനെ താങ്ങി നിൽക്കേണ്ട ഒരു ആവശ്യം ഷാനവാസിന് ഇല്ല. എന്നിട്ടും അയാളെ കൺസേൺ ചെയ്തുകൊണ്ട്, അയാളെ ഇഷ്ടമുള്ളത് കൊണ്ട്, അയാൾക്ക് എന്തോ ഒരു കെയറിങ് ഇങ്ങേരോടുണ്ട്. അതായത് ഒരു ഗുളിയൊക്കെ കൊടുക്കുന്ന കാര്യമൊക്കെ എപ്പോഴും പുറത്തു വരും, നമുക്കിത് അറിയത്തില്ലല്ലോ. അപ്പം ആ ഒരു കൺസേണൊക്കെ അയാളെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഷാനവാസിന് അനീഷിനോടൊരു ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നു. അത് പക്ഷേ ഇയാൾ മിസ്യൂസ് ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ ഭയങ്കര ഷോക്കായിട്ട് കേട്ടുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. എന്ത് തന്നെയായാലും, എന്ത് ഗെയിം പ്ലേ ആണെങ്കിൽ പോലും അവർ നല്ല സൗഹൃദത്തിൽ ഇരിക്കുമ്പോൾ, ഇപ്പോൾ ആദില നൂറ തമ്മിൽ നോമിനേറ്റ് ചെയ്യാറില്ല. അതെന്തുകൊണ്ടാണ്? അവർക്കൊരിക്കലും പരസ്പരം കുത്താനൊക്കത്തില്ല. അവർക്ക് അത്ര ഇഷ്ടമാണ് പരസ്പരം. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് അവരത് പറയത്തില്ല. ഈ ഇഷ്ടം വെറും ഒരു ഫേക്കാണെന്ന് തെളിയാൻ ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് ഇങ്ങനെയാണ്. അത് നിങ്ങൾ ആ അനൗൺസ്മെൻറ്റ് കേട്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഈ വീട്ടിൽ നിൽക്കാൻ അർഹതയില്ലാത്തവരെ നോമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം വരുന്നത് അനീഷാണ്. ആ കേട്ടത് കേൾക്കുക. ഈ വീട്ടിൽ നിൽക്കാൻ അർഹതയില്ല എന്ന് പറയുന്നവർ നിങ്ങൾക്ക് എവിക്ഷനിലേക്ക് നോമിനേറ്റ് ചെയ്യാം. ഇവിടെ നിൽക്കാൻ അർഹതയില്ലാത്തത് ഷാനവാസാണ്. അതെങ്ങനെയാണ് നിങ്ങൾക്കത് ടാലി ചെയ്യാൻ പറ്റുന്നത്? സോ ഇത് സപ്പോർട്ട് ചെയ്യുന്നവരോടാണ് എൻ്റെ ചോദ്യം. കുറച്ച് കോമൺ സെൻസ് ഉപയോഗിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, റിപ്പീറ്റഡ്ലി ഇറിറ്റേറ്റിംഗ്ലി ഒരു വിഷയം ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് പറയുമ്പം അയാളുടെ വിചാരം ഒരു വിഷയം 10 വട്ടം പറയുമ്പോൾ ഗീബൽസ്യൻ തിയറിയാണ് അയാൾ ഉപയോഗിക്കുന്നത്. ഗീബൽസ്യൻ തിയറി ഇങ്ങനെയാണ്: ഒരു നോണ 10 വട്ടം പറയുമ്പോൾ അത് സത്യമായി മാറുക എന്നുള്ളതാണ്. പുള്ളി അവിടെ നല്ല ഫേക്കാണ്. അത് ഇന്നലത്തെ എപ്പിസോഡ് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും. ലാസ്റ്റ് മിനിറ്റിൽ ഒരു പാത്രം കഴുകൽ യജ്ഞവും കൊണ്ട് പുള്ളി വരുന്നുണ്ടല്ലോ, അത് ശരിയാണ്. അത് ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് നെവീൻ എഴുന്നേറ്റ് പോകുമ്പോൾ പോലും പുള്ളി അത് സീനാക്കിയേ വിടുള്ളൂ. അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി പുള്ളി കാണിക്കുന്ന കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഇത് 5 വർഷം മെനക്കെട്ടിരുന്ന് നോക്കി പഠിച്ച് മനസ്സിലാക്കിയ ഒരു വ്യക്തിയെന്ന് പുള്ളി തന്നെ സ്വയം അവകാശപ്പെട്ടുള്ള ആരും പറഞ്ഞതല്ല. ആൻഡ് ഹൈഡ് ചെയ്ത് വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനൊരു കോമണറാണ്, സാധാരണക്കാരനാണെന്നൊക്കെ പറയുമ്പോൾ പുള്ളി റേഡിയോയിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ജോലി പിന്നെ അതേപോലെ ബാങ്കിങ് മേഖലയിൽ എന്തോ വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അയാളുടെ ഒരു ഇത് തന്നെ. ഫിനാൻഷ്യലി നല്ല സൗണ്ടാണ്. അത്യാവശ്യം സ്വത്തൊക്കെ കയ്യിലുണ്ട്, ഒക്കെ ഉണ്ട്. ആൻഡ് ഇനി ഒരു കാര്യം കൂടിയുണ്ട് ഇതിനകത്ത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു വ്യക്തിക്ക് അയാളുടെ ലൈഫിലെ അവളുടെ ലൈഫിലെ ഏറ്റവും ടേണിംഗ് പോയിൻ്റ് ആയിട്ട് ചിന്തിക്കുന്നത്, ഇതിപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ അവസ്ഥ എനിക്കറിയത്തില്ല, പക്ഷെ ഞങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഒരു സിനിമ പോലും എൻഡപ്പ് ചെയ്യുന്നത് നായകനും നായികയും വിവാഹത്തിലാണ്. ആ വിവാഹം എന്ന് പറയുന്നത് ആണ് ഏറ്റവും ഒരു വ്യക്തിയുടെ പ്രിയോറിറ്റി എന്നുണ്ട്. അപ്പം പെൺകുട്ടികളെയൊക്കെ വളർത്തുന്ന തന്നെ വിവാഹം കഴിച്ചു കൊടുക്കാനാണ്. അപ്പോൾ വിവാഹം എന്ന് പറഞ്ഞാൽ ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് എന്ന് മാത്രമല്ല, അതൊരു വ്യക്തിക്ക് ഏറ്റവും മൂല്യമുള്ളതാണ്. ആ വിവാഹത്തിൽ കൂടെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതും അദ്ദേഹത്തിന് കുട്ടികളുണ്ട്, അവരെ പറ്റി ഒരക്ഷരം അയാൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ബിക്കോസ് അയാൾക്കറിയാം അത് ഔട്ട്സൈഡ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നെഗറ്റിവിറ്റി എത്രത്തോളമാണെന്ന്. ആ ഡിവോഴ്സിനെ ബേസ് ചെയ്തൊരു തർക്കം ഉണ്ടാകുമ്പോൾ ലക്ഷ്മി അനീഷിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. പുറത്ത് അനീഷിനെ പറ്റി നന്നായി പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ലക്ഷ്മി അകത്തേക്ക് വന്നിട്ടുള്ളത്. ലക്ഷ്മിക്ക് അനീഷ് എന്താണെന്നറിയാം. അവർ തമ്മിൽ മുൻപ് നല്ല പരിചയമുണ്ട്, നമ്മളെയാണ് പറ്റിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇവർ തമ്മിൽ ഇപ്പോൾ ജയിൽ ടാസ്കിൽ ഒരു സംസാരം ഒക്കെ വയ്ക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ഭയങ്കര ഡൗട്ടുണ്ട് ഇവർ തമ്മിൽ നല്ലൊരു ലിങ്ക് ഉണ്ട്. ആൻഡ് ഒരു പക്ഷേ അനീഷിനാണ് സ്ക്രീൻ സ്പേസ് കൂടുതൽ കിട്ടുന്നതെന്നോ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഫാമിലീസ് വന്നപ്പോൾ അനീഷിനെ കുറച്ച് കൺസേൺ ചെയ്തത് കൊണ്ടോ ഒക്കെ ലക്ഷ്മി തെറ്റിദ്ധരിക്കുന്നുണ്ടാവാം. അയാളായിരിക്കും കുറച്ച് അക്സെപ്റ്റൻസ് ഉള്ള വ്യക്തി, അതുകൊണ്ടും സ്ക്രീൻ സ്പേസിന് വേണ്ടി അയാളോടൊപ്പം ചേർന്ന് നിൽക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ബേസിക്കലി ഈ മൊത്ത വിഷയത്തിൽ ഞാൻ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു പിന്നെ സ്പെസിഫിക് കമൻറ്റും വെച്ചുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അനീഷ് ഫുൾ ഓഫ് ഫേക്കാണ്. പക്ഷെ ജയിക്കാൻ സാധ്യത കൂടുതലാണ്. കാരണം പൊതുസമൂഹത്തിനെ പറ്റിക്കാൻ കഴിയുന്ന മികച്ച ഒരുത്തനിക്കാണ് അവിടെ കപ്പ് കിട്ടുക. അതിൽ
ഇപ്പോൾ അഖിൽമാരായിരുന്നു നന്നായി പറ്റിച്ചു. പുറത്തിറങ്ങിയപ്പോഴാണല്ലോ അവൻ രാജ്യദ്രോഹപരമായ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയും രാജ്യദ്രോഹപരമായ കമ്മ്യൂണിക്കേഷനൊക്കെ വെച്ചത്. ഇപ്പോഴും ശോഭയെ പിന്തുടർന്ന് ആക്രമിക്കുന്ന ഒരു വൃത്തികെട്ടവനുമാണ്. അവന് കിട്ടിയിട്ടുണ്ട് കപ്പ്. അതേപോലെ ജിൻഡോയുടെ അവസ്ഥയും, ജിൻഡു കുറച്ചുകൂടെ ഇന്നസെൻ്റ് ആയിട്ട് അഭിനയിച്ചുവെങ്കിലും അതിനകത്ത് ജാസ്മിനെ പോലെ ഒരുപാട് പേരെ വല്ലാണ്ട് ഇറിറ്റേറ്റ് ചെയ്തൊരു വ്യക്തിയാണ്. പക്ഷേ ഒറ്റ കാര്യം, റോബിൻ ലാസ്റ്റ് മിനിറ്റ് അയാളെ സപ്പോർട്ട് ചെയ്തു, എല്ലാവരും കൂടെ ചേർന്ന് അയാൾക്ക് വോട്ടിട്ട് കൊടുത്തു. അങ്ങനെയാണ് അയാൾ വിന്നറായത്. ഇന്നും അവരും അയാൾ വിന്നറായതിൻ്റെ ഒരു കുശുമ്പ് കൊണ്ട് സായിയും സിജോയും ഒക്കെ ഇപ്പോഴും അയാളെ പിന്തുടർന്ന് ആക്രമിക്കുന്ന ഒരു സീൻ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഔട്ട്സൈഡുള്ള ഒരു വിഷയമാണ്, അതൊക്കെ അവർ തമ്മിലുള്ള വിഷയം. എന്നാലും പറയുന്നതിന് ഒരു ഇന്നസെൻറ്റ് ഫെലോ അല്ല. കപ്പ് കിട്ടുകയാണെങ്കിൽ അത് അനുവിന് കിട്ടുക, അല്ലെങ്കിൽ അത് ഷാനവാസിന് കിട്ടുക എന്നുള്ളതാണ്. ഷാനവാസോ അനുവോ ഈവൻ അത് ലക്ഷ്മിയോ നൂറയോ ആയാലും കുഴപ്പമില്ല. ബാക്കി ഫേക്കിൻ്റെ ഉസ്താദാണ് ഈ പറയുന്ന അനീഷും അക്ബർ. അപ്പോൾ ഇവർക്ക് കിട്ടരുത് എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ്, എൻ്റെ അഭിപ്രായം കൂടിയാണ് പറഞ്ഞത്. നമ്മൾ പറയണതൊന്നും സാധിക്കാറില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ കപ്പ് കൊടുക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്ന ജാസ്മിനാണ്. ഞാൻ പ്രതീക്ഷിച്ചതും ജാസ്മിന് അതിനകത്ത് കിട്ടണം എന്നുള്ളതായിരുന്നു. അതിനകത്തൊരു ഫേക്കും ഇല്ല. ഒറ്റ പ്രോബ്ലമേ ഉള്ളൂ, ജാസ്മിൻ കൊണ്ടു കളഞ്ഞത് ഗബ്രിയുമായിട്ടുള്ള ആ ബാഡ് റിലേഷൻഷിപ്പാണ്. ഇപ്പം നൂറ എന്ന വ്യക്തി ഒരു പ്യുവർ ജമ്മാണ്. പക്ഷെ അവൾക്ക് സമൂഹത്തിൽ അക്സെപ്റ്റൻസ് കിട്ടാതെ പോകുന്നതിൻ്റെ ഒരു കാരണം ആദിലയാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ചിലരും നമ്മൾ പറയത്തില്ലേ, ഈ തൂറിയവനെ ചുമന്നവന് നാറുമെന്നൊരവസ്ഥയുണ്ട്. സൗഹൃദങ്ങൾ എപ്പോഴും നമ്മൾ നല്ല പോലെ ചൂസ് ചെയ്തിട്ടില്ല വെച്ചാൽ നമുക്ക് പണി കിട്ടും എന്നുള്ളത് ജാസ്മിൻ്റെ കാര്യത്തിലും നൂറയുടെ കാര്യത്തിലും കറക്റ്റാണ്. ഇതിൽ അങ്ങനെയല്ല, ഇത് പക്ക ഫേക്കായിട്ടുള്ളൊരു വ്യക്തിയാണ്. നിങ്ങളൊക്കെ ഭയങ്കര ഇന്നസെൻറ്റ് പ്യുവർ പേഴ്സണാലിറ്റി എന്നൊക്കെ തൂക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. ഹീസ് ഒരിക്കലും ഒരു ജെന്യൂനായ ഒരു വ്യക്തിയല്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.